ഞാനിത് എവിടെ പോവാന്നറിയോ? ഞാൻ അമ്മയെ സഹായിക്കാനായിട്ട് ഇറങ്ങിപ്പോവാം. ഭയങ്കര സഹായമാണ്. വാ, നിങ്ങളും കൂടെ വാ. അമ്മ അവിടെ നമുക്ക് തേങ്ങ ഇല്ലെന്ന് പറഞ്ഞപ്പം അമ്മ ഇത് തോട്ടിയൊക്കെ ആയിട്ട് തേങ്ങ ഇടാൻ പോയിക്കുക. അമ്മ അതിലൊക്കെ എക്സ്പേർട്ടാണ് കേട്ടോ. തേങ്ങ എടുക്കാനാണ് അച്ചാച്ചൻ പോകുന്നത്. അമ്മ തേങ്ങയൊക്കെ ഇടുന്നില്ല, ഇങ്ങനെയൊക്കെ എക്സ്പേർട്ടാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ആ തോട്ടിയുടെ കൂടെ വലിഞ്ഞ് അങ്ങ് തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ചെല്ലും. അപ്പോൾ ഈ തെങ്ങ് കണ്ടോ, ഇത് കൊച്ചു തെങ്ങാണ്. പക്ഷെങ്കിൽ കിണറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് കിണറ്റിലെ വെള്ളമെല്ലാം ഊറ്റി പാറ്റി കുടിച്ച് അത് നല്ല വലിയ പുള്ളി കളിച്ച് നിൽക്കുക. അവിടുന്ന് തേങ്ങ വീണ അതിൻ്റെ താഴെ ഒരു കുഴി എടുത്തിട്ടുണ്ട്. അത് കിണറ്റിലോട്ട് മഴയത്ത് വെള്ളം ഇറങ്ങാൻ വേണ്ടി നമ്മൾ കുഴി എടുത്തിട്ടേക്കുന്നത്, മഴക്കുഴി. അതിലോട്ടേ വീഴത്തുള്ളൂ. ഇത് ഒരെണ്ണം വീണേണ്ട, 2 3 തേങ്ങ എൻ്റെ അടുത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇക്കഴിഞ്ഞ ദിവസം ഇതുപോലെ അപ്പുറത്തൊരു തെങ്ങ് നിൽപ്പുണ്ട്. ആ തേങ്ങ വീണപ്പം ഈ കുഴിയിലോട്ടാണ് വീണത്. ഞാൻ മാസ് കളിച്ച് ഒരു വെട്ടൊത്തിയൊക്കെ വെച്ച് എടുത്ത് അത് കൊത്തിയെടുക്കാനായിട്ട് ഇറങ്ങാനൊന്നും എന്നെ കൊണ്ടങ്ങും വയ്യ. അങ്ങനെ ഞാൻ വന്നു ഒരു നിന്നിട്ട് അവിടുന്ന് ഒരു ചുവട് എനിക്ക് അനങ്ങാനോ ഒന്നും പറ്റിയില്ല. എങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ അച്ചാച്ചൻ തേങ്ങ എടുക്കാൻ നിൽക്കുന്നൊരു സ്റ്റൈലിൽ നോക്കിക്കണം. ഇതല്ല, ഇതാ ഇങ്ങനൊരു നിപ്പ് നിന്നിട്ട് നടുവൊന്നും വരുന്നില്ലായിരുന്നു. പിന്നെ അവസാനം അപ്പു മോള് വന്ന് തേങ്ങ കുഴിയിലിറങ്ങി എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇനി എൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരെണ്ണം ആ അരുവായി കൊത്തി വെച്ച ഒരു തേങ്ങയും എടുത്തുകൊണ്ട് പോവുക. ഇതാണ് എൻ്റെ വലിയ സഹായം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ലൈക്കും കമൻറ്റ്. ഈ കാലെൻ്റേതാണ്, മോൻ്റെ ചെരുപ്പാണ്. ഇത്രയും സഹായം ഞാൻ ചെയ്തു. പോരെ.